തമിഴ്നാട് സേലത്ത് വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ഷൈനിന്റെ അച്ഛൻ മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ശ്രീധരനിലേക്ക് നമുക്ക് എത്താം. ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട് സേലത്ത് വെച്ചാണ്. നടൻ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മറ്റുള്ള ആളുകൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ധർമ്മപുരി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് തമിഴ്നാട് സേലത്ത് വെച്ചിട്ടാണ്. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കാറ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. 4 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ബംഗളൂരുവിലേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, പിതാവ് ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഈ കാറിലുണ്ടായിരുന്നു. ഇതിൽ ഷൈനിന്റെ അച്ഛൻ ചാക്കോയുടെ ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. സേലത്തിനും ധർമ്മപുരിക്കും ഇടയിലാണ് ഈ അപകടമെന്ന് ആണ് വാർത്തകൾ. അതുകൊണ്ട് തന്നെ ധർമ്മപുരിയിലെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കൈക്കാണ് പരിക്കെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമല്ല. കാറ് ഡിവൈഡറിൽ ഇടിച്ച നിലയിലാണ് റോഡിൽ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ശ്രീധരൻ? നിലവിൽ അത് സംബന്ധിച്ചൊന്നും വിവരം ലഭിച്ചിട്ടില്ല ജയലക്ഷ്മി. ഇത് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരശേഖരണം ഇതിൽ കാര്യത്തിൽ ആവശ്യമുണ്ട്. ഏതായാലും ചാക്കോ മരിച്ചു, ഷൈനിന് പരിക്കുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ശരി ശ്രീധരൻ, തമിഴ്നാട് സേലത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഷൈനിന്റെ പിതാവ് ചാക്കോ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ ഒക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീധരൻ, ഈ പുലർച്ചെയാണോ ഈ അപകടം ഉണ്ടായത്? കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ കാർ ഇടിച്ചു മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അമിത വേഗതയാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? മറ്റുള്ള ആശുപത്രിയിൽ ഉള്ളവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ശ്രീധരൻ, കേൾക്കാമോ? ശ്രീധരൻ, പറയൂ, എന്താണ് സംഭവിച്ചത്? ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ആശുപത്രിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൈക്കാണ് പരിക്കെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഉള്ള ആളുകൾ മറ്റാളുകളുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചാക്കോ എന്നുള്ള വ്യക്തിക്ക് ജീവൻ നഷ്ടമായി. ഷൈൻ്റെ അച്ഛനാണ്. ഇവർ ബംഗളൂരുവിലേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ആണ് ഈ സേലത്തിനും ധർമ്മപുരിക്കും ഇടയിൽ ദേശീയപാതയിൽ വെച്ച് ഈ വാഹനം അപകടത്തിൽ പെടുന്നത്. ശരി ശ്രീധരൻ, കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് സേലത്ത് വെച്ച് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ബാക്കിയുള്ള ആളുകളെയൊക്കെ ധർമ്മപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരേണ്ടതുണ്ട്. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.